ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മഹത്വം കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ ദിനത്തിനായി തമ്പുരാനെ ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ വചനം കേൾക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഞങ്ങളുടെ പ്രവൃത്തികളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗമാണ്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേഖൽ കൊടുക്കണം. ശെഖേൽ എന്നത് 20 ഗേര. ആ 1/2 ശേഖേൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനു മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേഖേലിൽ അധികം കൊടുക്കരുത്. ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി വാങ്ങി സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുൻപാകെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ജ്ഞാപകമായിരിക്കണം. ആമീൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ 2 പ്രധാന ആത്മീയ സന്ദേശങ്ങൾ നാം കാണുന്നു. ആദ്യമായി, ഓരോ ഇസ്രായേൽ മകനും തൻ്റെ ജീവന്റെ വീണ്ടെടുപ്പിനായി ഒരേ വില നൽകണമെന്ന് ദൈവം ഈ വാക്യത്തിലൂടെ കൽപ്പിക്കുന്നു. ധനവാനോ ദരിദ്രനോ എന്ന വ്യത്യാസമില്ല. ഇത് നമ്മെ ഒരു വലിയ സത്യത്തിലേക്കാണ് നയിക്കുന്നത്. ദൈവസന്നിധിയിൽ എല്ലാവരും ഒരേപോലെയാണ്. മനുഷ്യരുടെ സ്ഥാനമോ സമ്പത്തോ അല്ല, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ വിലയുള്ളവരാക്കുന്നത്. ഈ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത നാം യേശുക്രിസ്തുവിൽ കാണുന്നു. വെള്ളിയോ പൊന്നോ കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടത്. തുടർന്ന് ദൈവം വെങ്കല കഴുകുപാത്രം ഉണ്ടാക്കുവാൻ കൽപ്പിക്കുന്നു. പുരോഹിതന്മാർ ശുശ്രൂഷയ്ക്ക് മുൻപ് അതിൽ കൈകൾ കഴുകേണ്ടതായിരുന്നു. ഇത് വെറും ശാരീരിക ശുദ്ധീകരണത്തെക്കുറിച്ചല്ല, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ്. ഇന്നു നാം ദൈവവചനം, പ്രാർത്ഥന, മാനസാന്തരം എന്നിവയിലൂടെ ആത്മീകമായി ശുദ്ധീകരിക്കപ്പെടേണ്ടവരാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിന് നന്ദിയുള്ളവനാണോ? എൻ്റെ ഹൃദയം ദിവസവും ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധ ജീവിതം അത് നയിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, വീണ്ടെടുപ്പും വിശുദ്ധീകരണവും ദൈവത്തിൻ്റെ അമൂല്യമായ ദാനങ്ങളാണ്. അവയെ നന്ദിയോടെ സ്വീകരിച്ച് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു.
ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാം അശുദ്ധികളിൽ നിന്നും കഴുകി അവിടുന്ന് ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥനയിലും വിശുദ്ധ ജീവിതത്തിലും വളരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിലെ രോഗികളായവർക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും നൽകണമേ. ഈ വചനം കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ വിശുദ്ധ സാന്നിധ്യത്തിൽ നടക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളിൽ പ്രകാശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളെ ശുദ്ധീകരിച്ച് തൻ്റെ സമാധാനത്തിൽ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.